ഹായ് മക്കളെ, +2 ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ചാപ്റ്ററുകളൊക്കെ പതിയെ തുടങ്ങി. ഇപ്പോഴായിരിക്കും പലപ്പോഴും പലരുടെയും മനസ്സിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള ആലോചനകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഭൂരിഭാഗം ആളുകൾ അങ്ങനെയായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും മുമ്പ് തന്നെ എനിക്ക് ഇന്നതാകണം അല്ലെങ്കിൽ ഇതായിരിക്കണം എൻ്റെ പ്രൊഫഷൻ എന്നൊക്കെ തീരുമാനിച്ച് വെച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഭൂരിഭാഗം ആളുകളെ മനസ്സിലാവും. പ്രത്യേകിച്ച് സയൻസ് എടുത്ത ആളുകൾ ഭൂരിഭാഗവും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം +1 പ്രോപ്പറായിട്ട് പഠിച്ചില്ല. സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളാണെങ്കിൽ സംഗതി ബോർഡ് എക്സാം ഒക്കെ ഉണ്ടെങ്കിലും +1 അല്ലേ, കുറച്ചൊന്ന് ഉഴപ്പാം, എന്നിട്ട് +2 നമുക്ക് ഒന്നുകൂടി പിടിക്കാം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എന്തായാലും +1 ചിലപ്പോൾ കാര്യമായി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉഴപ്പി നടന്നിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷേ +2 എത്തുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി സീരിയസ് ആവുക, നമ്മൾ ഒന്നുകൂടി ഗൗരവത്തോടെ ചിന്തിക്കുക ഭാവിയിൽ എന്താവണം എന്നൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വരും. ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ട് നിങ്ങൾ MBBS ചെയ്യുന്നതും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുന്നതും ഒക്കെ. അതായത് എയിംസ് അല്ലെങ്കിൽ ജിപ്മർ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ഗവൺമെൻറ് കോളേജുകളിൽ MBBS ചെയ്യുന്നതും NIT അല്ലെങ്കിൽ IIT, IIIT പോലെയുള്ള പ്രീമിയം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഒരു BTech പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുന്നതും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റും ഒക്കെ മറ്റൊരു സ്ഥാപനത്തിനും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത ഞാൻ പറയട്ടെ, +2 എത്തിയല്ലോ നമ്മളിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പോസിബിൾ ആവും. കാരണം 2026 +2 ബോർഡ് എക്സാം ഇപ്പം അങ്ങ് എത്തും. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഇനി പഠിച്ച് 2026 അതായത് +2 ബോർഡ് എക്സാം എഴുതുന്ന സമയത്തിനുള്ള ആ ഒരു ഇയറിൽ തന്നെ നീറ്റും JEE ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പോസിബിൾ ആവുന്ന കാര്യമല്ല എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് 2027 ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും പോസിബിളാണ്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ആരംഭിക്കാൻ റെഡിയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ +2 ബോർഡ് എക്സാം എഴുതുന്ന 2026 തന്നെ നീറ്റും JEE ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ക്യാമ്പസിലേക്ക് എത്താനുള്ള അവസരമുണ്ട്. അതിനാണ് ആക്ച്വലി സൂപ്പർ കിങ്സ് 2.0 എന്ന് പറയുന്ന ബാച്ച് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് +2 ബോർഡ് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ നീറ്റ് JEE പോലെയുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ കൂടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ചാണ് ആക്ച്വലി സൂപ്പർ കിങ്സ് 2.0. ആൾറെഡി ഒരു സൂപ്പർ കിങ്സ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട് സൈലത്തിൻ്റെ. അതിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് മക്കളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി 2.0 ബാച്ച് കൂടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക സൂപ്പർ കിങ്സിൽ ആക്ച്വലി +2 ടോപ്പിക്സ് മാത്രമല്ലേ കവർ ചെയ്യുള്ളൂ. അപ്പോൾ സാറ് തന്നെയല്ലേ പറഞ്ഞത് നീറ്റും JEE എഴുതണമെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ +1 സിലബസ് കൂടി വേണം എന്നുള്ള കാര്യം. അതെ, അപ്പോൾ അതിനെന്ത് ചെയ്യും മക്കളെ? സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങളെ +2 ടോപ്പിക്സ് എടുത്തു തരുന്നതിനൊപ്പം പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ പാരലായി +1 ചാപ്റ്ററുകൾ കൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരും. അപ്പോൾ 2026 നീറ്റും JEE ആകുമ്പോഴേക്കും +1ൻ്റെയും +2ൻ്റെയും ഹോൾ സിലബസ് പഠിച്ച് നിങ്ങൾ സെറ്റായിരിക്കും. ഇനി ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്കറിയാലോ, ബോർഡ് എക്സാമുകൾ ഇങ്ങനെ ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ഭാഗമാകുമ്പോൾ നീറ്റിനും JEEക്ക് വേണ്ടിയുള്ള ഒരു കോച്ചിങ് കൂടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബോർഡ് എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനൊപ്പം 2026 നീറ്റും JEE, അതായത് നിങ്ങളുടെ സ്വപ്ന ക്യാമ്പസിലേക്ക് എത്താനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് നീറ്റും JEE ആണല്ലോ, അതും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട? +2 കഴിഞ്ഞിട്ട് ഒരു വർഷം അതിനായിട്ട് മാറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഇനിയും ആലോചിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല. തുടങ്ങുവാണെങ്കിൽ നമ്മളിപ്പോൾ തുടങ്ങണം, ലേറ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കാണാം ക്ലാസ് റൂമിൽ വെച്ച്.